ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 2017 ഫെബ്രുവരി 17 രാത്രിയിൽ നടന്ന കൊട്ടേഷൻ ബലാത്സംഗം നാടറിഞ്ഞത് പിറ്റേന്ന് പകലാണ്. വാഹനത്തിൽ നഗരം ചുറ്റിയുള്ള ലൈംഗികാക്രമണം അറിഞ്ഞപ്പോൾ നാട് നടുങ്ങിയതാണ്. എല്ലാത്തിനെയും സൂത്രധാരൻ മലയാള സിനിമയിലെ സൂപ്പർ താരമെന്ന വിവരം പുറത്തുവന്നപ്പോൾ വീണ്ടും നാട് നടുങ്ങി. പിന്നീട് മലയാള സിനിമാ ലോകം പീഡകനൊപ്പവും അവൾക്കൊപ്പവും എന്ന രണ്ടായി. WCC ഉണ്ടായി, ഹേമ കമ്മീഷനുണ്ടായി. സൂപ്പർ താരത്തിന്റെ കുടില തന്ത്രങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തി അതിജീവിത നിയമ പോരാട്ടത്തിലാണ് ഇപ്പോഴും. ജയിലിലും പുറത്തും സൂപ്പർ താരം ആരുടെയൊക്കെ പിന്തുണ നേടിയെന്നതും കേരളം കണ്ടു. ജയിൽ DGP ആയിരുന്ന R. ശ്രീലേഖ പ്രതിയുടെ ജയിലിലെ ദിനങ്ങളോർത്ത് വിങ്ങിപ്പൊട്ടിയത് കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ 7.5 വർഷം ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ കേസിലെ ഒന്നാം പ്രതി താൻ ബലാത്സംഗം ചെയ്തു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. തനിക്കതിന് പണം കിട്ടിയെന്നും. റിപ്പോർട്ട് TVയുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയേണ്ടേ? എന്താണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം? ഇനിയും നടിക്കണോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പൾസർ സുനിയുടെ അഭിമുഖം എടുത്തിരിക്കുന്ന റോഷി പാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ഉണ്ട്. ദീദി ദാമോദരൻ WCC പ്രതിനിധി നമ്മോടൊപ്പം ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് TB മിനി അഭിഭാഷകയുണ്ടാകും. പ്രൊഫസർ കുസുമം ജോസഫും സാമൂഹ്യ നിരീക്ഷക ചർച്ചയിലുണ്ട്. പ്രകാശ് പാരയെ സിനിമാ പ്രവർത്തകനെ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, ദിലീപ് അനുകൂലിയും ചർച്ചയിലുണ്ട്. ആദ്യം ഞാൻ ഈ പൾസർ സുനിയുമായി സംസാരിച്ച റോഷിയിലേക്കാണ് ആദ്യം പോകുന്നത്. റോഷി, ഇന്ന് രാവിലെ മുതൽ പൾസർ സുനി പറഞ്ഞ ഓരോരോ ഭാഗങ്ങളായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പൾസർ സുനിയുടേത് ഒരു കുറ്റബോധത്തിൽ നിന്നുള്ള പ്രതികരണമായി നമുക്ക് കാണാമോ? കാരണം ഇപ്പോൾ ഇത് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച, വിചാരണ പൂർത്തീകരിച്ച് അന്തിമ വാദം നടക്കുന്ന കേസാണ്. ഈ ഘട്ടത്തിലാണ് എവിടേക്കോ അതിജീവിതയ്ക്ക് നീതി നഷ്ടപ്പെടുമെന്ന ആശങ്ക വരുമ്പോൾ പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇത് എത്രത്തോളം പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഋഷിപാൽ? സ്മൃതി, ഇത് സ്വമേധയായുള്ള പൾസർ സുനിയുടെ ഒരു ഏറ്റുപറച്ചിലല്ല. കൃത്യമായി ഏത് സാഹചര്യത്തിലാണ് പൾസർ സുനിയെ കാണുന്നത് എന്ന് പൾസർ സുനിയെ ബോധ്യപ്പെടുത്തുകയും പിന്നീട് വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. ദിവസങ്ങളോളം നീണ്ട ഒരു ഫോളോ അപ്പിൻ്റെ ഒടുവിലാണ് പൾസർ സുനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതും ഞാൻ എഴുതുന്ന ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിലേക്കുള്ള ചില വിവരങ്ങൾ അത് കൈമാറാൻ വേണ്ടിയുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങൾ പൾസർ സുനി പറയുന്നു. അതിൽ കുറ്റബോധത്തോട് ആണ് അങ്ങനെ പറയുന്നതെന്ന് ഒരിക്കലും ബോധ്യമാകുന്നില്ല. പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ കൃത്യമായി പൾസർ സുനി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നതും ഈ കേസിൽ ഏറ്റവും പ്രധാനമാകേണ്ടിയിരുന്ന തെളിവായ മൊബൈൽ ഫോൺ, ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണിനൊപ്പം ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മെമ്മറി കാർഡ് കൂടിയുണ്ട്. അത് യഥാർത്ഥ മെമ്മറി കാർഡ്. ഇത് രണ്ടും പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇത് രണ്ടും എവിടെയാണുള്ളതെന്ന് പൾസർ സുനിക്ക് അറിയാമെന്ന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആ സംസാരത്തിൽ. കാരണം മൊബൈൽ ഫോണ് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന ചോദ്യത്തിന് അത് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന മറുപടിയാണ് പൾസർ സുനിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം ഈ മെമ്മറി കാർഡിൻ്റെ ദൃശ്യങ്ങളുടെ പകർപ്പ് കൈമാറുകയും അഭിഭാഷകർക്ക് അത് പിന്നീട് കോടതിയിലും പിന്നീട് പോലീസിനും ലഭിച്ചു. പക്ഷേ യഥാർത്ഥ മെമ്മറി കാർഡ് ഏതോ ഒരിടത്ത് പൾസർ സുനി സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് പൾസർ സുനിക്കറിയാം, പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലും പറയാത്ത കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു. അത് 150, അതിൽ 1.5 കോടിയുടെ ഒരു കൊട്ടേഷനാണ്. ഈ നടിയെ ആക്രമിച്ചത് ബലാത്സംഗ കൊട്ടേഷനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പൾസർ സുനി പറയുന്നത് ദിലീപിൻ്റെ കൊട്ടേഷനാണ്. അതിൽ ലഭിച്ച പണം എങ്ങനെയാണ് വാങ്ങിയതെന്ന് കൃത്യമായി പറയുന്നു. അതിൽ 80 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നു. ഈ പണത്തിന് വേണ്ടി പൾസർ സുനി ജയിലിനകത്ത് നിന്നും അപ്പുണ്ണിയെ, ദിലീപിൻ്റെ സഹായി, വിശ്വസ്തൻ, മാനേജർ എന്നൊക്കെ അറിയപ്പെടുന്ന അപ്പുണ്ണിയെ വിളിക്കുന്നു. അപ്പുണ്ണി പക്ഷേ മോശമായി പ്രതികരിച്ചതോടെ പണം കിട്ടുമെന്ന പ്രതീക്ഷ അസ്തമിക്കുന്നു. പിന്നീട് കൂട്ടുപ്രതിയായ വിജീഷുമായി ആലോചിച്ച് പണം വേണ്ടെന്ന ഒരു തീരുമാനമെടുക്കുകയും പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാം. പോലീസ് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ ഒന്നും പറയാതെ മൗനം പാലിക്കുകയായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ പോലീസിൻ്റെ നിരന്തര ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയും. പക്ഷേ ഇതിലൊക്കെ പറയുമ്പോൾ ഒന്നുറപ്പാണ്, ദിലീപുമായി ആത്മബന്ധം നിലനിർത്താൻ പൾസർ സുനി ശ്രമിക്കുന്നുണ്ട്. അതിന് ആഗ്രഹവുമുണ്ട്. അത് പലപ്പോഴായി ആ സംസാരത്തിനിടയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, കൂടുതൽ നടിമാർ ഈ സംഭവത്തിന് മുമ്പ് തന്നെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന കാര്യമാണ്. അത് സ്ഥിരീകരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പലർക്കും അറിയാം, ദിലീപിനെ അറിയാം. അതൊക്കെ പക്ഷേ അവിടെ തന്നെ ഈ സംഭവം പോലീസിലെത്താതെ ഒത്തുതീർപ്പായി എന്നാണ് പൾസർ സുനി വ്യക്തമാക്കുന്നത്. അത് ആർക്കു വേണ്ടിയായിരുന്നു? ഈ പറയുന്ന ഈ ഇപ്പോഴത്തെ പ്രതിക്ക് വേണ്ടി തന്നെ ആയിരുന്നോ? അതിൽ ഇതൊരു വ്യക്തത അയാൾ വരുത്തുന്നുണ്ടോ? ദിലീപിന് വേണ്ടിയാണോ എന്ന എൻ്റെ ചോദ്യത്തിന് അല്ല എന്ന് പറയുകയും പിന്നീട്
എല്ലാം ദിലീപിനെ അറിയാം, ഇതൊക്കെ ദിലീപിനെ അറിയാം എന്നൊരു മറുപടിയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമായി പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇവരാരും പരാതി നൽകാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷെ അത് വളരെ പ്രധാനമാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ മാതൃകയിൽ ക്രൂരമായ കൃത്യം നിർവഹിച്ചിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഈ നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ പൾസർ സുനി ഏറ്റെടുക്കുന്നതും അത് സമാനമായ രീതിയിൽ തന്നെ തീർപ്പാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അത് പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ട്. 90 ദിവസം ജയിലിൽ കിടന്നാൽ മതിയെന്ന അഭിഭാഷക നൽകിയ ഉറപ്പ്. പക്ഷേ ഈ കോടതി ഇതിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചിലപ്പോൾ ഒത്തുതീർക്കാനുള്ള സാധ്യതകൾ ഇങ്ങനെ പലതായി പറയുന്നു. പിന്നീട് പി.ടി. തോമസിൻ്റെ ഇടപെടൽ, ആ പി.ടി. തോമസ് ഇതിൽ ഇടപെട്ടു എന്ന് മനസ്സിലാക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടു എന്നാണ് പൾസർ സുനി പറയുന്നത്. ആൻഡോ ജോസഫ് ഇത് അറിഞ്ഞു, അപ്പോഴൊക്കെ കാര്യങ്ങൾ കൈവിട്ടു, ഇനി ജയിലിനകത്തേക്ക് തന്നെ പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്നാൽ പോലും പ്രതീക്ഷയുണ്ടായിരുന്നു. ഒടുവിൽ പെൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം മനസ്സിലാക്കി സ്വമേധയാ കീഴടങ്ങാൻ തയ്യാറായി എന്നാണ് പൾസർ സുനി അതിൽ പറയുന്നത്. ഇതിൽ പ്രധാനമാണ് പൂർണ്ണമായും കോടതിയിൽ പറയാത്ത, പോലീസിനോട് പോലും പറയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഈ കാര്യത്തിൽ പോലീസ് വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാൽ വ്യക്തമാവും. ഈ ഫോണും മെമ്മറി കാർഡും എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ പൾസർ സുനി പോലീസിനോട് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, നശിപ്പിച്ചെന്ന് മൊഴി നൽകി. പക്ഷേ അത് സുരക്ഷിതമായി എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു, സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നെ ദൃശ്യങ്ങൾ ചോർന്നു, പലരും കണ്ടിട്ടുണ്ട് എന്ന് പൾസർ സുനി പറയുകയാണ്. ദൃശ്യങ്ങൾ കാരണം എങ്ങനെയാണ് ദിലീപ് കണ്ടിട്ടുണ്ടാകാം, അതെങ്ങനെയാണ് കണ്ടത് എന്നും വിശദീകരിക്കുന്നില്ല. കാരണം നിരന്തരം ഇത് മണിക്കൂറുകൾ സംസാരിച്ചിട്ടാണ് വിശ്വാസം നേടിയെടുക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ നന്നായി ബുദ്ധിമുട്ടി. ഒരു ദിവസം വലിയൊരു ഭാഗം ചെലവഴിച്ചിട്ടും ഒന്നും പറയാതെ പൾസർ സുനി പറഞ്ഞയക്കുകയായിരുന്നു. പിന്നീട് കാണുമ്പോഴൊക്കെ സംശയത്തോടെ പല രീതിയിൽ ഇതൊന്നും ചിത്രീകരിക്കുന്നില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. ഇത് പകർത്തുന്നൊന്നുമില്ലല്ലോ. മാത്രവുമല്ല എൻ്റെ പുസ്തകം അത് പുറത്തിറക്കുന്നത് ഈ വിധിക്ക് ശേഷമായിരിക്കണം എന്ന് പൾസർ സുനി നിർദ്ദേശിക്കുകയും ചെയ്തു. കാരണം അല്ലെങ്കിൽ അത് കേസിനെ ബാധിക്കും. അതുകൊണ്ട് വിധിക്ക് ശേഷമേ ഇത് പുറത്തിറക്കാൻ പാടുള്ളൂ. എഴുതി കഴിഞ്ഞത്, ഞാനുമായി ബന്ധപ്പെട്ടത് എഴുതി കഴിഞ്ഞാൽ അത് എനിക്ക് വായിക്കാൻ അനുവദിക്കണം, ഇത് പുറത്തിറക്കുന്നതിന് മുമ്പ്. ഇങ്ങനെയുള്ള ചില കണ്ടീഷൻ വെച്ചു. ശരി, അങ്ങനെയാണ് ആ സംസാരം നടന്നത്. ശരി, ആ വെളിപ്പെടുത്തലിന്റെ ഒരുപാട് ഭാഗം ഇതിനകം കേരളം കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊഫസർ കുസുമം ജോസഫ്, ഇതിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാവുന്ന പുതിയ വെളിപ്പെടുത്തലായി എന്ത് കാര്യത്തെയാണ് പ്രൊഫസർ കുസുമം ജോസഫ് കാണുന്നത്? അതിലിപ്പോൾ ഈ പറയുന്ന പീഡനം ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അതിപ്പോഴുമുണ്ട്, അത് വെള്ളത്തിൽ കളഞ്ഞു, കായലിൽ കളഞ്ഞു എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, തൻ്റെ പക്കലുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ ആ രൂപത്തിലൊരു അന്വേഷണത്തിലേക്ക്, തുടരന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയല്ലേ? തീർച്ചയായും അതെ. ഞാൻ ആദ്യം ഈ റിപ്പോർട്ടർ ചാനലിനെയും വിശേഷമായി റോഷി പാലിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ തോതിലുള്ള ഒരു എഫേർട്ട് ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ ഇതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഇത് വിധിയേക്കാൾ പ്രധാനമാണ് ഈ നാട്ടിലെ പൊതുജനം ഇതറിയുക എന്നുള്ളത്. ഇതിൽ ഒരുപാട് പേർക്ക്, ഞാൻ അതാണ് പറയുന്നത്, ഇത് വലിയ അത്ഭുതമല്ല ഇത്. അതായത് വെളിപ്പെടുത്തലിൽ അത്ഭുതമുണ്ട്, പക്ഷേ ആ വെളിപ്പെടുത്തലിലെ വസ്തുത നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ പകൽ പോലെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് പ്രതി ഞാനത് ചെയ്തിരിക്കുന്നു എന്നൊരു തുറന്നു പറച്ചിൽ അത് നാട് കാണുകയാണ്. ഇനി ആ പറച്ചിലിൽ നിന്നും പിന്നോക്കം പോകാൻ സാധിക്കില്ലല്ലോ. പല ഘട്ടങ്ങളിലായി ഇയാൾ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയാണ് ഈ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തു, അതിനെനിക്ക് പണം കിട്ടുകയും ചെയ്തു, ഇതാണ് അയാൾ പറയുന്നത്. എന്നാൽ ചോദിച്ച തുക മുഴുവനായിട്ട് കിട്ടിയിട്ടുമില്ല. തീർച്ചയായിട്ടും 1.5 കോടി രൂപയ്ക്ക് നമ്മുടെ അവസ്ഥ, കേരളത്തിലെ ഒരു കൊട്ടേഷൻ്റെ ലെവല്, ജോലി സാധ്യതകൾ പോകുന്ന ഒരു പോക്ക്, കൈവെട്ടാൻ, കാലുവെട്ടാൻ, കൊലപ്പെടുത്താനൊക്കെ കൊട്ടേഷൻ ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം അത് ബലാത്സംഗത്തിനും കൊട്ടേഷൻ ഉണ്ട് എന്നും അതൊരു ഏറ്റെടുക്കാവുന്ന തൊഴിലാണെന്നും വരികയാണ് കേരളത്തിൽ. എന്തൊരു ഗതികേടാണ്! 1.5 കോടി രൂപ ഒരു വളരെ മോശപ്പെട്ട ഒരു മനുഷ്യന് ചെറിയ സംഖ്യയല്ലല്ലോ. അയാളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ 1.5 കോടി രൂപ കിട്ടുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോടതിയും പോലീസും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും നിർണായകമായ തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് ഇത് റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോണോ റെക്കോർഡിൽ ഇങ്ങനെയുള്ള ഈ
മെമ്മറി കാർഡോ ഒറിജിനൽ മെമ്മറി കാർഡോ കിട്ടിയിട്ടില്ല എന്നാണ്. അത് രണ്ടും ഈ പൾസർ സുനിക്ക് അറിയാവുന്ന ആരുടെയോ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കണ്ടെത്തേണ്ട ചുമതല കേരളത്തിലെ പോലീസിനാണ്, കേരളത്തിലെ ഭരണ സംവിധാനത്തിനാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ, നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ആഗ്രഹം രാവിലെ 8 മണിക്ക് വന്നതാണ്, ഇപ്പോൾ തന്നെ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന് ഏറ്റവും വലിയ സുരക്ഷ കൊടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് എന്താണ് സംഭവം എന്ന് മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയും ഈ മെമ്മറി കാർഡും മൊബൈൽ ഫോണും എവിടെയാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റേതാണ്, ഇവിടുത്തെ അന്വേഷണ ഏജൻസിയുടേതാണ്. അവർ നിശബ്ദരായിരിക്കാൻ പാടില്ല, അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പാടില്ല. അവരേറ്റവും ക്രിയാത്മകമായി ഈ സമയത്ത് ഇടപെടുകയാണ് വേണ്ടത്. ഏറ്റവും ഭീകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അതിലെ പ്രതി തന്നെ, ഒന്നാം പ്രതി തന്നെ പറയുകയാണ്, ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ആ സംഭവം ചെയ്തതൊരു കൊട്ടേഷനായിരുന്നു, അത് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്ന്. ദിലീപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളുകൾ, കേരളത്തിൽ ചാനലിൽ വന്നിരുന്ന് നിർലജ്ജം വാദിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പിൻപറ്റിയ കുറേ കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ പ്രതി തന്നെ പറയുന്നു, ഇദ്ദേഹം 1.5 കോടി തരാമെന്ന് പറഞ്ഞു, അങ്ങനെ ഞാനത് ചെയ്തു, ഇതിനു മുന്നേയും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാമല്ലോ ഇങ്ങനെ പരാതിക്കാരില്ലാതെ ഇത് ഭംഗിയായി തീർക്കാം എന്നുള്ളത്. ഇപ്പം ഞാൻ റോഷിപാലിന് നന്ദി പറയുന്നതിൻ്റെ 1000 ഇരട്ടി നന്ദി നമ്മുടെ ഈ അതിജീവിതയായ നടിയോടാണ് പറയേണ്ടത്. ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ, അതിഭീകരമായ കുറ്റങ്ങൾ, ഏറ്റവും ഭയാനകമായ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം അറിയാതെ പോകുന്നത്, അതൊരു പരാതിയായി വരാതെ പോകുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു ബോധ്യമനുസരിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ആൾ കുറ്റവാളിയായിത്തീരുകയും ചെയ്യപ്പെട്ടയാൾ പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോവുകയും ചെയ്യപ്പെട്ടയാളുടെ ജീവിതം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. അവർ പിന്നെ സ്വകാര്യമായി ഒരു ദേശത്തിൻ്റെ പേരായൊക്കെ അറിയപ്പെടുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ അതിജീവിത, ഞാൻ ഇന്നും ഈ നിങ്ങളുടെ ഈ വാർത്ത കണ്ടതിന് ശേഷം തൃശ്ശൂർ നഗരത്തിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ അതിമനോഹരമായ ചിത്രം, ഏതോ പരസ്യം, അത് എന്ത് പരസ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് കാണുമ്പോൾ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ചിരിച്ചിരിക്കുന്ന സുന്ദരിയായ ആ സ്ത്രീയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജം എന്താണെന്നറിയാം. അതാണ്, നമ്മളല്ല തെറ്റ് ചെയ്യുന്നത്. ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയും ഒരു കുറ്റവും ചെയ്യുന്നില്ല. അതിന് ആളുകൾ ഓരോരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഈ കുറ്റവാളി രക്ഷപ്പെടുകയാണ് സ്ത്രീയുടെ മാനത്തിൻ്റെ പേര് പറഞ്ഞ്. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ ഈ അതിജീവിത ചെയ്ത ഏറ്റവും വലിയൊരു, എന്താ പറയേണ്ടത്, അതിന് ത്യാഗം എന്നൊന്നും പറഞ്ഞാൽ പോരാ, മഹനീയമായൊരു കൃത്യമാണ് കേസ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അവസാനം താനാണിതിലെ ആൾ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി പുറത്തു വരികയും പിന്നീട് പരസ്യമായി ജീവിക്കാൻ തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ആൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും എത്തിയത്. അല്ലെങ്കിൽ ഇതിനു മുന്നേ പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ആവർത്തിക്കുന്നത്, ഇത്തരത്തിൽ എത്ര ചെയ്താലും അത് കേസാവില്ല എന്നും ആരും അത് പരാതിയുമായി പോവില്ല എന്നുമുള്ള വലിയ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസത്തെയാണ് തകർത്തിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ഇപ്പോൾ പുതിയ പുതിയ നടപടികൾ ഉണ്ടായി വരികയാണ്. നമുക്ക് കേരളത്തിലെ കോടതിയോട് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കണമെന്നും അതിനനുസരിച്ച് ഇടപെടണമെന്നും ആവശ്യപ്പെടേണ്ടതുണ്ട്. ഈ വിചാരണ കോടതിയെ പറ്റിയൊക്കെ നമുക്ക് വലിയ പരാതികളുണ്ട്. അതിജീവിതയ്ക്ക് പരാതിയുണ്ട്. അതിജീവിതയോടൊപ്പം നിന്ന നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ പരാതിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ, ഇവിടുത്തെ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് പറയുന്നത്, ഈ പ്രതി കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി, അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു, അയാൾക്ക് കിടക്കാൻ ഇടയുണ്ടാക്കി കൊടുത്തു എന്ന്. ഈ പ്രതി കാണിച്ച ഈ ഒരു നാടിനെ ഒന്നോടെ തലമുറകൾക്ക് തന്നെ ശാപമായി തീരുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റം അയാൾ ചെയ്തു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ.
ശരി. ഇനി ആ പോലീസ് ഉദ്യോഗസ്ഥയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ പുതിയ നടപടികളിലേക്ക്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഇടപെടുമെന്നും അതിനനുസരിച്ച് കോടതി ഇടപെടുമെന്നും ഏറ്റവും നല്ല ഒരു വിധി ഉണ്ടാകുമെന്ന്, അതായത് ശരി, അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദിലീപ് അനുകൂലികൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. രാഹുൽ ഈശ്വർ ദിലീപ് അനുകൂലിയായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ നമ്മൾ രാവിലെയും ഈ വാർത്തയിൽ ഈ വെളിപ്പെടുത്തലിന്റെ ഘട്ടത്തിൽ നമ്മൾ പ്രതികരിച്ചിരുന്നതാണ്. ഇതിപ്പോൾ നോക്കൂ, ഈ പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച കേസാണ്. വിചാരണ പൂർത്തിയാക്കി അതിന്റെ അന്തിമവാദത്തിലേക്ക് കടന്ന് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്ന കേസാണ്. ഈ ഘട്ടത്തിലാണ് പൾസർ സുനി ഞാൻ ഈ നടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നും അതിന് തനിക്ക് പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്നും ഒരു തുറന്നു പറച്ചിൽ നടത്തുന്നത്. ഇത് ഈ കേസിൽ ഒരു തരത്തിലും പ്രതിഫലിക്കില്ല എന്ന് താങ്കൾ എങ്ങനെ വാദിക്കും? ഒരിക്കലുമില്ല. ഈ കേസിൽ എങ്ങനെങ്കിലും പ്രതിഫലിക്കാനും വരുന്ന ഏപ്രിൽ 11 ക്ഷമിക്കണം, ഈ മാസത്തിനുള്ളിൽ കേസ് തീർക്കാൻ നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ വീണ്ടും എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് പൾസർ സുനി ശ്രമിക്കുന്നതാണോ എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? അതായത് കേസിന്റെ അവസാന ഘട്ടമാണ്, ലാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും മൊഴി അല്ലെങ്കിൽ എല്ലാവരുടെയും വാദം കേൾക്കുന്നു, അവസാനം കോടതി വിധി വരാൻ പോകുന്നു. അപ്പൊ എന്തായാലും ഈ കേസിൽ ശ്രീ ദിലീപിനെതിരെ കടുകുമണിയോളം പോലും തെളിവില്ലാത്ത അവസരത്തിൽ പൾസർ സുനിയും ദിലീപിനെ എതിർക്കുന്ന ചില ആൾക്കാരും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ച കുറ്റം പറയാൻ കഴിയുമോ? കാരണം കഴിഞ്ഞ തവണ നാടകം കളിച്ചത് ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ 4 പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ഒരു അന്വേഷണത്തിന് കഴിഞ്ഞ തവണ കേരള പോലീസിലെ ചിലർ, എല്ലാവരും അല്ല, ചിലർ നാടകം കളിച്ചിരുന്നു. സ്മൃതിജിക്ക് ശ്രദ്ധയില്ലേ? സ്മൃതിജിക്ക് പോലും ഒരു കൺസേൺ ഇല്ല കേരള പോലീസിനെ കുറിച്ച്. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇവിടെ ഒരുത്തനും മൈൻഡ് പോലും ചെയ്യുന്നില്ല. 4 കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ച കേസ് പുരോഗമിക്കുന്നേ ഇല്ല. അതെന്താണെന്നറിയില്ല. പോലീസുകാരുടെ ജീവന് നമ്മുടെ കേരള പോലീസുകാർ വില കൊടുക്കാത്തോണ്ടോന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി 2-3 കാര്യം സൂചിപ്പിക്കാം. 2014 രാഹുൽ, താങ്കൾ ഈ ഏപ്രിൽ 11 എന്ന തീയതി പറയുന്നത് എന്തുകൊണ്ടാണ്? ഏപ്രിൽ 11 കേസിലങ്ങ് പൂർണ്ണ തീരുമാനം വരുമെന്ന് താങ്കൾ ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ലല്ല, 2025 ജനുവരി 23 പ്രതിഭാഗം വാദം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതിഭാഗം വാദം പെട്ടെന്ന് തീർക്കണമെന്നും എത്ര എളുപ്പം ഈ മാസത്തിനുള്ളിൽ കേസ് അവസാനിപ്പിക്കണമെന്നും 3 ദിവസം മുമ്പ് ഒരു വാർത്ത, 3-4 ദിവസം മുമ്പ് ഒരു വാർത്തയും മറ്റും വന്നിരുന്നു. അപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ കേസ് അവസാനിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ വീണ്ടും കേസിൽ ഇന്റർവീൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണോ എന്ന് ആരെങ്കിലും ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇനി പെട്ടെന്ന് എനിക്ക് 1 മിനിറ്റിൽ 2-3 കാര്യം സൂചിപ്പിക്കാൻ. 2014-2015 ശ്രീ ദിലീപും ശ്രീ മഞ്ജു വാര്യരും ഡിവോഴ്സ് ചെയ്യുന്നത്. അതിന് പ്രതികാരം ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷമാണോ? അതായത് 2014-15 അതിന് മുമ്പേ അവർ കുറച്ചൊക്കെ സെപ്പറേറ്റഡ് ആണ്, വേണ്ട കോടതിയുടെ കണക്കെടുത്താൽ മതി. 2014 ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്നത്. 2015 അവർ ഡിവോഴ്സിന് കോടതി സമ്മതിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ 2019 4 വർഷത്തിന് ശേഷം പ്രതികാരം ചെയ്തു നമ്മൾ വിശ്വസിക്കണോ? 1. 2016 ശ്രീ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. 2018 മഹാലക്ഷ്മി, ശ്രീ ദിലീപിന്റെ 2ാമത്തെ കാവ്യ മാധവന്റെ കുട്ടി ജനിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് പോകുന്ന ഇവർ 5 വർഷം മുമ്പ് നടന്ന കാര്യത്തിന് മേൽ അതിജീവിതയോട് 2019 ഇങ്ങനെ ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി ഏറ്റവും പ്രധാന കാര്യം, ഇനി ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാമല്ലോ. പെട്ടെന്നാണ് ദിലീപിന് 2017 ഫെബ്രുവരി 17 നടന്ന സംഭവമാണ്, 2019 അല്ല. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് 2018, ക്ഷമിക്കണം, 2018 ദിലീപിന്റെ കുട്ടി ഉണ്ടായെന്നാണ് പറഞ്ഞതിൽ മാറിപ്പോയത്. 2018 ശ്രീ ദിലീപിന്റെ കുട്ടി ഉണ്ടാവും. ഇനി ഫെബ്രുവരി 17, 2017 ഈ സംഭവം അതിജീവിതയുടെ അറ്റാക്ക് ഉണ്ടാകുന്നത് പറയുന്നത്. ഈ ശ്രീ ദിലീപ് അതിന് ശേഷം 70 ലക്ഷം രൂപ പൾസർ സുനിക്ക് നൽകിയെന്നാണ് പൾസർ സുനിയുടെ അവകാശവാദം. 80 ലക്ഷം രൂപ തരാനുണ്ട്, 70 ലക്ഷം രൂപ നൽകി. ഈ 70 ലക്ഷം രൂപ എങ്ങനെ, ഒരു മെറ്റീരിയൽ എവിഡൻസ് അല്ലേ? അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ ഇതെങ്ങനെയാ നമുക്ക് തെളിയിക്കാൻ? അതൊക്കെ അന്വേഷിക്കണമെന്നേ, അതിലേക്ക് ഒരു പുതിയ അന്വേഷണം വേണമോ എന്നുള്ളതാണ്. അതിനോട് രാഹുൽ യോജിക്കുന്നു. കാരണം ഘട്ടം ഘട്ടമായിട്ടാണ് തനിക്ക് പണം നൽകിയത്. വാഗ്ദാനം ചെയ്ത് 1.5 കോടി കിട്ടിയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത്. ഒരു തവണ മതി, അല്ലല്ല, ഒരു തവണ മതി. ഘട്ടം ഘട്ടമായിട്ടൊന്നും വേണ്ട. 1 രൂപയെങ്കിലും കൊടുത്തെന്ന് തെളിയിച്ചാൽ മതിയല്ലോ. 1 രൂപയെങ്കിലും കൊടുത്തു തെളിയിച്ചാൽ മതി. ഇപ്പം സ്മൃതിജി പറഞ്ഞ വാദം ഉന്നയിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നൊരു സംശയം. അതായത് ഈ കേസ് തീരരുത് പെട്ടെന്ന്. അതായത് കുസുമ മാഡത്തിലൊക്കെ പോക്കോട്ടെ, മാഡത്തിന്റെ ഒക്കെ നറേറ്റീവിനെ ബഹുമാനിക്കുന്നു, പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, കേസ് തീരാനാണെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ദിലീപ് ഹർജി കൊടുത്തത്. അങ്ങനെ പറയരുത്. ഇതിപ്പോഴും അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയ ദിലീപ് അല്ലേ?
അല്ല അതാ പറഞ്ഞത്, കേസിന്റെ എന്തായാലും അവസാനത്തിലേക്ക് എത്തുകയാണല്ലോ. സുപ്രീം കോടതി കഴിഞ്ഞ വർഷം തീർക്കണമെന്ന ടൈം ലൈൻ കൊടുത്തിരുന്നു, പിന്നീട് അത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കി. എന്തായാലും ഈ 2 മാസത്തിനുള്ളിൽ വിധി വരുമെന്നാണല്ലോ കേസ് വൈകിച്ചതാരാണ് രാഹുൽ? അല്ല കേസ് അല്ലല്ല, ആരും കേസ് വൈകിച്ചതല്ല. രണ്ടുപേരും അവരുടെ അവകാശങ്ങൾ വിനിയോഗിച്ചു. ആരാണ് ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞത്? മാറ്റിയ ജഡ്ജി ശരിയല്ല, ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞത് അതിജീവിതയുടെ അനുഭവം കൊണ്ട്. ജഡ്ജിയുടെ നിലപാട് പ്രതിക്ക് അനുകൂലമാണെന്ന സംശയം തോന്നിയത് കൊണ്ട്, പല ഘട്ടങ്ങളായി തോന്നലുണ്ടായത് കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിലീപിന് നാളെ അനുകൂലമല്ല ജഡ്ജി എന്ന ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞാണോ ദിലീപ് പോകുന്നത്? ഈ സാധാരണക്കാർക്ക് ഒരു വരിയെ ഞാൻ എടുക്കും. ഒരു വരി സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണ് എന്താണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസിൽ ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. ദിലീപിന്റെ ഫോണുകൾ ഹാജരാക്കാൻ കോടതി എങ്ങനെയാണ് ആവശ്യപ്പെട്ടതെന്നൊക്കെ കേരളം കണ്ടതല്ലേ രാഹുൽ ഈശ്വർ? അന്നും നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. ആ ഫോൺ ഒന്ന് കൊടുത്തുകൂടെ, ഒന്ന് പരിശോധനയ്ക്ക് കൊടുത്തുകൂടെ എന്ന് അഭ്യർത്ഥിക്കുന്ന കണ്ടതല്ലേ കോടതി? സ്മൃതിജിയുടെ ചുമ്മാ നാട്ടുകാരെ, സ്മൃതിജിയല്ല പോലീസുകാർ പറ്റിക്കാൻ വേണ്ടി പണ്ടത്തെ ഫോൺ കൊണ്ടുപോവാ, അന്നത്തെ ഫോൺ കൊണ്ടുപോവാ. ശ്രീ ദിലീപ് കൊടുത്തല്ലോ, കോടതി സാറ്റിസ്ഫൈഡ് ആയില്ലേ? അങ്ങനല്ലേ ശ്രീ ദിലീപിന് ജാമ്യം കൊടുത്തത്? എന്നിട്ട് ദിലീപ് എത്ര ദിവസങ്ങൾക്ക് ശേഷം കൊടുത്തു? എങ്ങനെ കൊടുത്തു? ഫോർമാറ്റ് ചെയ്തിട്ടതിന് ശേഷമല്ലേ കൊടുത്തത്? ഫോണല്ലേ ശ്രീ ദിലീപ്? അല്ല, ഇനി അവര് എന്ത് റിക്കവർ ചെയ്തു? ഇതുവരെ ശ്രീ ദിലീപിനെതിരെ എന്തെങ്കിലും ഒരു എവിഡൻസ് പൊതുസമൂഹത്തിന് ഫ്രണ്ടിലുണ്ടോ, കോടതിയിലുണ്ടോ നമുക്കറിയില്ല. പൊതുസമൂഹത്തിന് മുന്നിലുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമാ ലോകത്തുള്ള അദ്ദേഹത്തിന്റെ നില. പൊതുസമൂഹം എങ്ങനെ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. എന്ത് നില? ശ്രീ ദിലീപ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിലും അഭിനേതാക്കളിലും ഒന്നാണ്. ശ്രീ ദിലീപിനെ മനഃപൂർവ്വം വേട്ടയാടാൻ, ദിലീപിനോട് അസൂയുള്ളവർ ഒരു തിരക്കഥ ഉണ്ടാക്കി ദിലീപിനെ പരമാവധി താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചു. ശ്രീ ദിലീപ് കേസിൽ നിന്ന് മുക്തനായി ഫൈനൽ ഘട്ടത്തിലേക്ക് വരുന്നു. ദിലീപിനെ താറടിച്ച് കാണിക്കാൻ ഒരു സ്ത്രീ അവരുടെ ജീവിതം കൊണ്ട് കളിക്കുന്നു അല്ലേ? ആര് വിശ്വസിക്കും ഇതൊക്കെ? സ്ത്രീയാണ് മാഡം, ഏത് സ്ത്രീയാണ്? പൾസർ സുനിയല്ലേ പറഞ്ഞത്? ഇവിടെ അതിജീവിത ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിജീവിത എന്ന കേരളീയർക്കെല്ലാം ഉള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെതിരെ കരിവാരി തേക്കുന്നതും കരുനീക്കുന്നതും മറ്റുള്ളവരാണ്. അതിജീവിതയോട് എല്ലാവർക്കും ഇഷ്ടമാണ്, സ്നേഹമാണ്, ബഹുമാനമാണ്. ഇത് 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. രാഹുൽ, ആരാ വെളിപ്പെടുത്തൽ? ഏത് വെളിപ്പെടുത്തൽ? ഇത് വെറും പെടുത്തലാണ്. ഇത് വെളിപ്പെടുത്തൽ എന്നൊന്നും പറയണ്ട, ഇത് വെറും പെടുത്തൽ. ഒരു പക്ഷേ പൾസർ സുനി റോഷിപാലിനെ പോലും തെറ്റിദ്ധരിപ്പിച്ച് കാണും. അതായത് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് താൻ എന്തായാലും ഈ കേസിനകത്ത് പോകുമെന്നറിയാം. കാര്യം പൾസർ സുനി അതിജീവിത കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെങ്കിലും ദിലീപിനെയും കൂടെ വലിച്ചിട്ട് കേസ് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചോട്ടെ. ഇനി ഒറ്റ വരി മാത്രം പറയാം. ഇടയ്ക്ക് എത്ര കാലം നമ്മൾ മാഡമാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. കാവ്യ മാധവനെ താങ്കളുടെ എല്ലാ സമയത്തെയും ഒരു വാദമാണ് മാഡത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും കിട്ടിയിട്ടില്ല രാഹുൽ ഈശ്വർ. ആ മൊബൈൽ ഫോൺ തന്റെ പക്കലുണ്ട് എന്ന് ഇപ്പോൾ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പൾസർ സുനി പറയുകയാണ്, എന്റെ പക്കലുണ്ട് ഫോൺ എന്നുള്ളത്. ഇനി അല്ല, പോലീസ് എന്ത് ചെയ്യായിരുന്നു? പോലീസ് പലതും ചെയ്തിട്ടുണ്ട്, പോലീസിനെയും പലതും ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്വേഷണ സംഘത്തലവൻ ബൈജു പൗലോസിനെ 109 ദിവസമാണ് വിസ്തരിച്ചത്. അതിൽ 87 ദിവസവും ബൈജു പൗലോസിനെ വിസ്തരിച്ചത് പ്രതിഭാഗം അഭിഭാഷകനാണ്. ഇല്ലേ, നാൾ വഴികളൊന്നും ആലോചിക്കണമല്ലോ. ബാലചന്ദ്രകുമാർ ഇന്ന് ഈ ഭൂമിയിലില്ല. അദ്ദേഹമാണല്ലോ 2ാമത് വെളിപ്പെടുത്തൽ നടത്തിയത്. 49 ദിവസമാണ് അദ്ദേഹത്തെ വിസ്തരിച്ചത്. അതിജീവിതയെ 17 ദിവസമാണ് വിസ്തരിച്ചത്. വേണ്ടേ? അതൊന്നും വേണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയണ്ടേ? അദ്ദേഹം ആരോപണം ഉന്നയിച്ചതല്ലേ? ഇനി പ്രധാനപ്പെട്ട ഒരുപക്ഷെ റിപ്പോർട്ടർ ടി വി വ്യക്തമാക്കേണ്ട കാര്യം, ഫെബ്രുവരി 17 അതിജീവിതയോട് പൾസർ സുനി താൻ എന്താ ചെയ്യുക എന്ന് വിശദീകരിച്ചു എന്നൊരു വാക്ക് റിപ്പോർട്ടർ ടി വി കൊടുപ്പുണ്ട്. അന്ന് ദിലീപിന്റെ കാര്യം അതിജീവിതയോട് പറഞ്ഞിരുന്നെങ്കിൽ അത് വളരെ പ്രധാനമാണ്. കാര്യം ഫെബ്രുവരി 19 2017 ഫെബ്രുവരി 19 ശ്രീ ദിലീപും ശ്രീമതി മഞ്ജു വാര്യരും അടക്കമുള്ള സിനിമാക്കാരുടെ യോഗം നടന്നത്. ഫെബ്രുവരി 17 തന്നെ അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു ഇത് ശ്രീ ദിലീപിന് വേണ്ടിയാണ് ചെയ്തതെന്ന്. കാര്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അതിജീവിതയോട് വിശദീകരിച്ചു എന്നാണ് റിപ്പോർട്ടർ ടി വിയിൽ ട്രാൻസ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അന്ന് തന്നെ ദിലീപിനെ കുറിച്ച് അറിയാമായിരുന്നു. കാരണം ശ്രീ ദിലീപിനെ പിന്നീട് ഏപ്രിൽ 18 അടുപ്പിച്ചാണ്, പിന്നീട് ജൂൺ 24 അടക്കമുള്ള തീയതികളിലാണ് പിന്നീട് ശ്രീ ദിലീപിലേക്ക് വരുന്നത്. ഫെബ്രുവരി 26 നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺസ്പിറസി ഒന്നും ഇല്ലാന്ന്. അപ്പൊ ഫെബ്രുവരി 17 2017 തൊട്ട് ഈ 9 ദിവസം മുഖ്യമന്ത്രി കോൺസ്പിറസി ഒന്നും ഇല്ലാന്ന് പറയുന്നത് വരെ ശ്രീ ദിലീപ് ഇതിന് പുറകിൽ ഉണ്ടായിരുന്നു എന്ന് അതിജീവിത അറിഞ്ഞിട്ട് മറച്ചു വെച്ചതാണോ എനിക്കറിയില്ല. ശ്രീ റോഷിപാലിന് തന്നെ ഒരു പക്ഷേ അത് വ്യക്തമാക്കാം. ഇനി താൻ ചെയ്യുന്നത് ദിലീപ്
ലീവിന് വേണ്ടിയാണെന്ന് പറഞ്ഞു എന്നറിയില്ല. അപ്പൊ ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ 70 ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, ആര് കൊടുത്തു, കൊടുത്തത് ഡിജിറ്റൽ ആയിട്ടാണോ, കൊടുത്തത് കാശ് ആയിട്ടാണോ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ 1 രൂപ കൈമാറി എന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ കേസ് മാറി. ഇല്ലെങ്കിൽ ഇത് വീണ്ടും കഥയുണ്ടാക്കലാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ശരി, വലിയ ആത്മവിശ്വാസം ഇക്കാര്യത്തിൽ താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ ദീദി ദാമോദറിലേക്കും പ്രകാശ് പാറയിലേക്കും വരാം, ഇടവേളയ്ക്ക് ശേഷം അണകിത്താം ചർച്ചയിലേക്ക്. ദീദി ദാമോദരൻ, ഇപ്പോൾ ഈ പൾസർ സുനി കേസിലെ 1-ാം പ്രതിയാണ്. ഒരു ക്രിമിനലിന്റെ വാക്കുകളെ വിശ്വസിക്കണോ എന്നൊരു വാദം ഒരു വശത്തുണ്ട്. അത് ഒരു ശരിയായ വാദവുമാണ്. പക്ഷെ ഒരു ക്രിമിനൽ പറയുകയാണ് തന്നെ ഈ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ചയാൾ തനിക്ക് ഇക്കാര്യത്തിൽ പണം നൽകിയിട്ടുണ്ട്, താൻ ആ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന്. ആ വെളിപ്പെടുത്തൽ എത്രത്തോളം ഗൗരവതരമായിട്ട് കാണുന്നു? അത് ഈ കേസിൽ എത്രത്തോളം അതിജീവിതയ്ക്ക് സഹായകരമാകും ദീദി? സുമം ജോസഫ് പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടർ ചാനൽ തന്റെ എന്താ പറയാ ഇച്ഛാശക്തിയും നമ്മളെ റോഷിപാൽ കാണിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്വരയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ വളരെ ഭേദപ്പെട്ട അവസ്ഥയിലാവുമായിരുന്നു. പക്ഷെ ഇത് അവസാനിക്കുന്നത്, ഇത് ഇൻവെസ്റ്റിഗേഷന് ഏൽപ്പിച്ച ഓഫീസേഴ്സൊക്കെ റോഷിപാൽ ചെയ്യുന്നത് പോലെയുള്ള പണിയാണ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ എത്രയോ ഭേദമാവുമായിരുന്നു, സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാവുമായിരുന്നു. വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 6 കൊല്ലം എന്ന് റോഷിപാൽ പറയുമ്പോൾ അല്ലെ 7.5 കൊല്ലം അകത്ത് കിടന്നു എന്ന് ഈ സുനി പറയുന്നുണ്ട്. 7.5 കൊല്ലം കിടന്നിട്ടും ഒരു അയോട്ട, ഒരു തുള്ളി പോലും റിമോഴ്സ് ഇല്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും ജയിലിനകത്ത് അദ്ദേഹം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് കാണിക്കുന്നത്, അത് തന്നെ സിസ്റ്റത്തിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ പോലത്തെ ആൾക്കാർക്ക് വളരെ ധൈര്യപൂർവ്വം ഇനിയും തെളിവെവിടെ എന്ന് ചോദിക്കാം. ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചു മുമ്പേ വരികയും അതിനും റോഷിപാലിന്റെ ഉത്സാഹത്തിൽ അത് പുറത്തു വന്നതൊക്കെ നമുക്കറിയാം. അതിന്റെ അവസ്ഥ എന്തായിരുന്നു? മീഡിയ പോലും എങ്ങനെയാണ് ഇത് പുറത്ത് വന്നതിന് ശേഷം, എനിക്ക് WCCയോട് നിലപാട് പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എങ്ങോട്ടേക്കാണ് നമ്മളൊരു ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിരുന്നു. ആ ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചത് അനുസരിച്ച് പോയാൽ പോലും ഇപ്പൊ ഈ പൾസർ സുനി പറയുന്ന 4 കേസുകളുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിന് തടയിടാൻ വേണ്ടി സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ എന്താണ് ചെയ്തത്? എന്താണ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് ഈ പഠന റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരൊന്നും കേസുമായി പോകുന്നില്ല എന്ന് പറയുന്നത് വളരെ നിഷ്ഠൂരമായിട്ട് അങ്ങനെ അവിടെ പറയുകയും പിന്നെ മുന്നോട്ട് പോവാതിരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കുറേ കേട്ടു നമ്മൾ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും കൃത്യമായിട്ട് തെളിവുകൾ മുഴുവൻ ഹാജരാക്കിയിട്ട് ഒരാള് എങ്ങനെയാണ് നിന്ന് വേർക്കുന്നത് എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് 10-15 കൊല്ലം മുമ്പ് എവിഡൻസ് ഇപ്പൊ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിലും റേപ്പ് ചെയ്യപ്പെടുന്നതിനൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് എവിഡൻസ് കൊണ്ടുവരാൻ പറ്റുകയെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്ര പാത്തറ്റിക് ആണ്, എത്ര ദയനീയമാണ് ഇവിടുത്തെ സ്ത്രീയുടെ അവസ്ഥ എന്നും സിനിമയിലെ സ്ത്രീയുടെ അവസ്ഥ എന്നുമാണ് ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് ഞങ്ങളെ പോലെയുള്ളവർക്ക് ബോധ്യമാവുന്നത്. എത്ര അകലെയാണ് സ്ത്രീയെ സംബന്ധിച്ച് നീതി എന്ന് ഇത് താഴെ അടിവര ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയയുടെ താല്പര്യങ്ങൾ പോലും ദയവ് ചെയ്തിട്ട് ഇപ്പൊ കാണിക്കുന്ന ഈ ശുഷ്കാന്തി മുന്നോട്ടും ഇതിന്റെ, നേരത്തെ ഞാൻ പറഞ്ഞു WCC ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് സിനിമയിൽ എങ്ങനെ വേണം പറഞ്ഞ് ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിൽ എന്താണ് പറഞ്ഞത് എന്നെങ്കിലും നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ, ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെങ്കിലും നമുക്ക് വലിയ പരിധിവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ സ്ഥലത്തും വീണ്ടും അവിടെ നമ്മൾ നിർത്തിയിട്ടില്ല. ലേബറിൽ പോയിട്ട് പറഞ്ഞു, ഇനി ആരൊക്കെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ നിൽക്കാൻ പറ്റും, എല്ലാ വാതിലുകളും നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. ഇത് ഏതോ ഒരു പൾസർ സുനിയിൽ അവസാനിക്കേണ്ട ഒരു കാര്യമല്ല. പൾസർ സുനിക്ക് അറിയാവുന്ന 4 കേസുകളെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ആസിഫ്, അതവിടെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ പറയുന്നത്. അയാൾ പറയുന്നത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകും, ഫോറിൻ ട്രിപ്പുകളിലേക്ക് കൊണ്ടുപോകും, അവിടെ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സിലക്റ്റീവായ കുറച്ച് ആൾക്കാർ കൊടുത്ത മൊഴിയാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇദ്ദേഹം തന്നെ തെളിവ് സഹിതമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളെ
ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് നേരെ ഉണ്ടായതും, എങ്ങനെയാണ് ഫോറിൻ ടൂറുകളിൽ പോയിട്ട് ഈ സ്ത്രീകളെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ആരും അതിനൊരു ഫോളോ അപ്പും കൊടുക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് കൊണ്ടുവരുന്ന എല്ലാ തെളിവും ഇതോ തെളിവ് എന്ന് മറ്റേ ചന്തു ചോദിച്ച പോലെ, ഇതോ അംഗം എന്നുള്ള പോലെ രാഹുൽ ഈശ്വർ പോലത്തെ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതും തെളിവല്ല, ഇതും തെളിവല്ല. സ്ത്രീ അനുഭവിച്ചതിന്റെ മുഴുവൻ ശേഷം എവിഡൻസുകളുമായിട്ട് അവൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അത് അതിന് മുമ്പ് എങ്ങനെയാണോ കോൾഡ് സ്റ്റോറേജിൽ വെക്കപ്പെട്ടത് അതേ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള പോയിന്റിലാണ് ഇപ്പോഴും ആ റിപ്പോർട്ടിന്റെ ഒന്നും മുന്നോട്ട് പഠിക്കപ്പെടുകയോ അതിൽ നടന്ന സംഭവങ്ങൾ തടയാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്ന സർക്കാരോ അധികാരികളോ മീഡിയയോ ഇല്ല എന്നുള്ളതാണ്. മീഡിയയെ പറ്റിയിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ക്രിട്ടിക്കൽ ആവേണ്ടതുമുണ്ട്. അതിലുള്ള ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇത് ഭയങ്കര സെൻസേഷണൽ ആക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിത്തട്ടിൽ വളരെ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുകൂടെ അത്ര കൂടെ എത്തിക്കൽ കൂടി ആയിരിക്കണം മീഡിയ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, പ്രകാശ് ബാരെ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് കണ്ടല്ലോ, ഈ പണം നൽകിയതിന്റെ തെളിവ് കിട്ടട്ടെ, ആ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചാകട്ടെ കേസ്. ഇനി ദിലീപിനെതിരെ, ഇപ്പോൾ ദിലീപ് ജയിക്കാൻ പോകുന്ന കേസാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. ദിലീപിനെതിരായ ഒരു തെളിവായി തന്നെ അത് വരട്ടെ. ആ തെളിവ് പുറത്തേക്ക് വരാൻ വെല്ലുവിളിക്കുന്നത് എന്ത് ധൈര്യത്തിന്റെ പുറത്താകും? അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാലും അഭിനയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. അതിനുള്ള കമ്മിറ്റ്മെന്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 99 തെളിവുകൾ നിരത്തിയാലും ആ അവസാനത്തെ ഒരു തെളിവ് എവിടെ എന്ന് ചോദിക്കലാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യം. ഇതൊരു ഗെയിം ഓവറാണ്. ഗെയിം ഈസ് ഓവർ. പകൽ വെളിച്ചം പോലെ ലോകത്തിന്റെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ. കാരണം റോഷിപാലിന്റെ ഒരു ശൈലിയുണ്ട്. അത്രയും സിൻസിയറും കമ്മിറ്റഡും ഇത്രയും 8 വർഷമായിട്ട് അല്ലെങ്കിൽ 7.5 വർഷമായിട്ട് അദ്ദേഹം ഈ കേസിന്റെ പിറകിൽ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ആത്മാർത്ഥത ലോകത്തിന് കാണാൻ പറ്റുന്നതാണ്. അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ അഭിനയിക്കുകയാണെന്ന് പറയണം. ഇതിൽ അതിജീവിതം അഭിനയിക്കുകയായിരുന്നു, ഇനിയിപ്പം പൾസർ സുനി അഭിനയിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പിന്നെ ഇതിൻ്റെ അകത്ത് റോഷിപാൽ അഭിനയിക്കുകയായിരുന്നു, ഇത് ഈ കേസിന് വേണ്ടിയിട്ട് പൊരുതി മരിച്ച ബാലു അഭിനയിക്കുകയായിരുന്നു. എത്ര പേരാണ് അഭിനയിക്കുന്നത്? ഒരാളെ രക്ഷിക്കാൻ വേണ്ടി എത്ര പേരെയാണ് അഭിനേതാക്കളാക്കേണ്ടത് നിങ്ങൾക്ക്? ഇല്ല. ഇത് ഈ ഒരു ഘട്ടത്തിൽ, കാരണം ഇനിയിപ്പം തെളിവിന്റെ സത്യം പറഞ്ഞ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കോടതിയുടെ അകത്തുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിലും കുന്നോളം എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ് കോടതിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു റേറ്റ് ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ ഇതിന്റെ കാര്യത്തിൽ, തെളിവിന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പോയിന്റ്സ് അവർക്ക് തേച്ചു മാച്ച് കളയുന്നതിന് മുമ്പ് എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും കോടതിക്കും ഇടപെട്ടിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഈ ഇമോഷണൽ ഈ സാധനത്തിൽ കുടുങ്ങി നിൽക്കാതെ വീണ്ടും കുറച്ചും കൂടെ ഫോർട്ടിഫൈ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ മേലെ പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും കൂടുതൽ, കാരണം ഇത് 8 വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അനീതി നടന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ആ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ നഗരത്തിൽ അത് വിളിച്ചു പറയാൻ ആളുണ്ടാവണമെന്നാണ്. ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് 8 വർഷമായി. എന്നിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ കാരണം ഇവിടെ നോക്കൂ, നമ്മുടെ മൊത്തം ഇൻഡസ്ട്രി, ഈ മീഡിയ, ഇവിടുത്തെ ജുഡീഷ്യറി, ഇവരൊക്കെ ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിശബ്ദത, കോൺസ്പിറസി തിയറികൾ, മിസ്ഇൻഫോർമേഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്നവർ വിശ്വസിക്കുകയാണ്. എന്തൊരു മണ്ടത്തരമാണ്! ഇത്രയും പട്ടാപ്പകൽ നേരത്തോ ഇപ്പൊ രാത്രിയാണെന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇത് എവിഡൻസ്, തീർച്ചയായിട്ടും എവിഡൻസ് സത്യം പറഞ്ഞ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കൂടുതൽ എവിഡൻസ് കയറി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. ഇനിയെങ്കിലും മെമ്മറി കാർഡ് ഇല്ലീഗലായിട്ട് കോടതിയിൽ ആക്സസ് ചെയ്തതിനെ പറ്റിയിട്ട് കോടതിയെങ്കിലും, അല്ലെങ്കിൽ ദിസ് ഈസ് ഗോയിങ് ടു ബി, ഇതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാകാൻ പോകുന്ന ഒരു കേസാണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ട് ആൾക്കാർ കോടതിയെ പഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോടതി അവരുടെ പേര് ഇതിൻ്റെ അന്ന് ക്ലിയർ ചെയ്യണം. മെമ്മറി കാർഡിന് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇത്
വേറൊരു സംഭവം ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഒരു പ്രശ്നമുണ്ട് അവർ തമ്മിൽ. അതുകൊണ്ടാണ് ഒരാൾ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് കാരണം കണ്ടെത്തിയിട്ട് ഇതുപോലെയുള്ള കാരണങ്ങൾ ഇട്ടുകൊടുത്തിട്ട് അതുകൊണ്ടാണ് എന്നാൽ അവർക്ക് കിട്ടണം അതൊക്കെ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ശരിയല്ല, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണം പറയാൻ പറ്റുമോ? 8 വർഷമായിട്ട് ആ കുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ ഇത് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ടില്ല, നമ്മൾ തിരക്കിലാണെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് അല്ല ആൾക്കാർ ഇന്ന് കാണുന്നത്, ഇതിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കുക്ക്ഡ് ആയിട്ടുള്ള കോൺസ്പിറസി തിയറീസ് ആണ്. അപ്പൊ അതിന്റെ ബലത്തിലാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും റോഷിപാലിനെ പോലെയുള്ള ഇങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഈ ശ്രമം ഉണ്ടാകുമ്പോൾ, ഈ കമ്മിറ്റ്മെന്റ് നിലനിൽക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഇതിപ്പം എല്ലാവർക്കും കൃത്യമായിട്ട് കാണാവുന്ന രീതിയിൽ ഈ വീഡിയോ ഉണ്ട്. ദിസ് ഈസ് പ്രഷർ ഓൺ ദ ഗവൺമെന്റ്, ദിസ് ഈസ് പ്രഷർ ഓൺ ദ ജുഡീഷ്യറി, ദിസ് ഈസ് പ്രഷർ ഓൺ ദ എൻഫോഴ്സ്മെന്റ്. ഇനി ഇതിൻ്റെ അകത്ത് നീതി കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ നാടിനെ പിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ശരി, ടി ബി മിനി, ഞാൻ രാഹുലിലേക്ക് വരുമെന്ന് ഞാൻ ടി ബി മിനിയിലേക്ക് പോകുന്നു. മിനി, ഇപ്പോൾ ദീദിയെ പോലെ തന്നെ അതിജീവിതയുടെ പോരാട്ടം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർ കടന്നു പോകുന്ന അവസ്ഥ അടുത്തു നിന്ന് കണ്ട വ്യക്തിയാണ് താങ്കളും. ഈ കേസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ, ഈ സ്ട്രിംഗ് ഓപ്പറേഷനിലൂടെയുള്ള വെളിപ്പെടുത്തൽ, അത് നിയമപരമായി മുന്നോട്ടുള്ള പോക്കിനെ എത്രത്തോളം സഹായിക്കുമെന്നാണ് കരുതേണ്ടത്? ഇപ്പോൾ നരോദയ പാട്ടിയ കേസിലൊക്കെ ആ തരത്തിലുള്ള സ്ട്രിംഗ് ഓപ്പറേഷൻ പ്രതികൾക്ക് ശിക്ഷ നൽകുന്ന രൂപത്തിലേക്ക് അത് സഹായകമാകുന്ന രീതിയിൽ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ അത് പ്രതിയുടെ ഒരു വെളിപ്പെടുത്തലാണ്, ഒന്നാം പ്രതിയാണ്. ഈ കേസിൽ ആരൊക്കെ സ്വയം വെള്ളപ്പൂശാൻ ശ്രമിച്ചാലും ഒന്നാം പ്രതി എന്ന് പറയുന്ന ഈ പൾസർ സുനി എന്ന പേരുള്ള സുനിലാണ് യഥാർത്ഥത്തിൽ ഈ റേപ്പ് നടത്തിയ ആൾ. അയാൾ എത്ര ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാലും ഹീസ് ദ പ്രൈം കൾപ്രിറ്റ്. നമുക്ക് എങ്ങനെ ന്യായീകരിച്ച ആൾ വന്നാലും അതിനെ സ്വീകരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. 1. 2, ഞാൻ കാലത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, പ്രോസിക്യൂഷൻ്റെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അയാൾ കുറേ കാര്യങ്ങൾ 313 പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് വിത്തൗട്ട് പെർമിഷൻ ഓഫ് കോർട്ട് 327 ബാറുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ ചാനൽ വഴി നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഞാൻ വിശ്വസിക്കുന്നത് അത് ദിലീപിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നാണ്. മിനിയാന്ന് ദിലീപ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്നും CBI അന്വേഷിക്കണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. അതിലയാൾ പ്രധാനമായി ഉന്നയിച്ചിരുന്ന കാര്യം അതിലൊരു ഫോൺ കണ്ടെടുക്കാനുണ്ട് എന്നതാണ്. അത് 7-ാം തീയതിയിലേക്ക് ഫർദർ ഹിയറിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് സബ്സിക്വൻ്റായി നിങ്ങളെ വിളിച്ചു പറഞ്ഞ് ഈ പൾസർ സുനി നടത്തിയ ഇക്കാര്യം, സോറി ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്, കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങളുടെ ലൈറ്റ് ഇല്ലേ? നമുക്ക് കേൾക്കാം. അതിൽ ഞങ്ങളെ സംബന്ധിച്ച് വിക്ടിമിനെ സംബന്ധിച്ച് അത് വിശ്വസനീയമേ അല്ല. കാരണം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ഈ ഫോണിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കുകയും പൾസർ സുനിയുടെ വക്കീൽ കോടതിയിൽ സത്യവാങ്മൂലത്തിൽ ആ ഫോൺ അയാൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിൽ ഫുള്ളി പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാളാണ് ഈ പൾസർ സുനിയുടെ അന്നത്തെ വക്കീൽ. സ്മൃതി, റിപ്പോർട്ടർ ചാനലും റോഷിപാലും നടി ആക്രമിച്ച കേസിൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഞങ്ങളോടൊപ്പമുള്ള എല്ലാ പോരാട്ടങ്ങളെയും നിൽപ്പിനെയും വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന രാഹുൽ ഈശ്വറിന് കോടതിയിൽ നടക്കുന്ന ഒരു കാര്യവും അറിയാത്ത ഒരാളാണ്. ശുദ്ധ അസംബന്ധവും നുണയും
പ്രതിക്ക് വേണ്ടി അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്ന ഒരാളാണ്. അതിനെ ഒരു തരത്തിലും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എന്ത് തെളിവുണ്ട് എന്നും കാര്യങ്ങൾ എങ്ങനെയാണ് പോകണമെന്നും ഈ കേസിൽ നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 11-ാം തീയതിയോടുകൂടി ഈ കേസ് ഹിയറിംഗ് അവസാനിക്കുകയും ജഡ്ജിമെൻറ്റിന് ഈ മാസം തന്നെ ജഡ്ജിമെൻറ്റ് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കേസിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വിക്ടിമിന് ആവശ്യമേയില്ല. ഇതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഏക പ്രതി ദിലീപാണ്. അതുകൊണ്ട് പൾസർ സുനി നിങ്ങളെ ചതിച്ചതാണോ എന്ന് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ അത് ഒരു സംശയമാണ്, നിങ്ങളുടെ ഒരു സംശയമാണ്. പക്ഷേ റോഷിപാൽ അങ്ങോട്ട് ബന്ധപ്പെട്ട് വിശ്വാസം ആർജിച്ച ശേഷം എടുത്തിരിക്കുന്ന പ്രതികരണമാണ്. അതല്ലാതെ ഇങ്ങോട്ട് അവർ ബന്ധപ്പെട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന രൂപത്തിലുള്ള. റോഷിപാൽ അത് വിശദീകരിക്കാം. അഡ്വക്കേറ്റ് ടി ബി മിനി അതിജീവിതക്കൊപ്പം നിന്ന് പറയുന്ന ഒരു കാര്യം. വരാം രാഹുൽ, വരാം. ഒരു മിനിറ്റ് റോഷി അതൊന്ന് വ്യക്തമാക്കിയ ശേഷം. സ്മൃതി ഒരു മിനിറ്റ്. എന്നെ സംബന്ധിച്ച് രാഹുൽ ഇടയ്ക്ക് കയറല്ലേ? നിങ്ങൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞതല്ലേ രാഹുൽ? ഞാൻ വരുന്ന രാഹുൽ ഇവിടെ വന്നിരിക്കുന്നത് ദിലീപ് അനുകൂലമായിട്ട് തന്നെയാണ്. അതിൽ നമുക്ക് തർക്കം വേണ്ടല്ലോ. അതെ, രാഹുൽ സംസാരിക്കല്ലേ? ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ പറയല്ലേ? നിങ്ങൾ അങ്ങനെ ദിലീപ് വിരോധി എന്ന് സംസാരിക്കട്ടെ. ഇറങ്ങിയ ആളാണ് ഞാൻ. അതായത് 6:30 മണിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം വെരി ടയർഡ്. ഞാൻ നിങ്ങൾ വിളിച്ചു, നിങ്ങളുള്ള റെസ്പെക്റ്റ് കൊണ്ട് സ്മൃതിയെയും രോഷിപാലിനെയും റിപ്പോർട്ടറിനെയും എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടും ഞാൻ വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇടയിൽ കയറി രാഹുൽ പറയാൻ പാടില്ല. അയാൾക്ക് പറയാനുള്ളത് അയാൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് എനിക്ക് നല്ല ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കേരള സമൂഹത്തിന് മുഴുവൻ ഒറ്റ സ്ട്രിങ് ഓപ്പറേഷനിലും ഈ പ്രതിയുടെ ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് നിങ്ങൾ പറഞ്ഞ കാര്യത്തിലും എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാവുന്ന കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേസ് 11-ാം തീയതി കഴിഞ്ഞാൽ ഹിയറിങ് കഴിഞ്ഞ് ഓർഡർ എടുക്കാനായിട്ട് പോകുന്ന ഒരു കേസാണ്. ആ കേസിൽ വിക്ടിമിന് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമേ ഇല്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം പറഞ്ഞ് നീട്ടാൻ ശ്രമിക്കുന്ന പ്രതി ചിലപ്പോൾ റോഷിപാല് ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇത് തന്നെ ചാൻസ് എന്ന് കരുതി ഇതുവരെ ഈ മെമ്മറി കാർഡിൻ്റെ കാര്യം അവിടെ കോടതിയിലുണ്ട്. പിന്നെ ഫോൺ ഇല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്ത് ഇയാളുടെ അഡ്വക്കേറ്റാണ്. ഇയാൾ എല്ലാ ദിവസവും കോടതിയിൽ വരുന്ന ആളാണ്. ഇയാൾക്ക് അങ്ങനെ സത്യം ഉണ്ടായിരുന്നെങ്കിൽ ഏത് നിമിഷവും അയാൾക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇത് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത് പറയുന്ന ആളെ സംബന്ധിച്ച് എൻ്റെ സംശയം, വിക്ടിമിൻ്റെ സംശയം, ഈ കേസിനെ ടോർപിഡ് ചെയ്യാനായിട്ടും ഇത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വീണ്ടും കൊണ്ടുപോകാനാണ് എന്ന ഒരു ഉത്തമമായിട്ടുള്ള അവിശ്വാസം എനിക്കുണ്ട്. ശരി, അഡ്വക്കേറ്റ് ടി ബി മിനി, അതിലും അപ്പോഴും ഒരു സംശയം വരുന്നത് കോടതിയിൽ നിന്നും പലപ്പോഴും തിരിച്ചടികൾ ഈ വിചാരണ കോടതിയിൽ നിന്ന് മാറ്റണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യം പോലും അംഗീകരിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോഴും ഇപ്പോൾ ഈ അന്തിമ വിധി എന്നുള്ളത് അതിജീവിതയ്ക്കൊപ്പമായിരിക്കും, ആ തീരുമാനം അങ്ങനെയായിരിക്കുമെന്ന് ആത്മവിശ്വാസം ലഭിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതായത് അതാണല്ലോ സ്മൃതി, കറക്റ്റ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ വിചാരണ ജഡ്ജിക്കെതിരെ കേസ് കൊടുത്തിട്ടത് വിക്ടിമാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ വരെ ഓപ്പൺ കോടതിയിലാക്കണം എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത ആളാണ് ഞാൻ. അപ്പോൾ പക്ഷേ ഈ കേസ് അപ്പോഴും എത്ര ശ്രമിച്ചാലും തെളിവുകളുടെ മുന്നിൽ നിങ്ങൾക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്ത നിലയിൽ കാര്യങ്ങളുണ്ട് എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കേസ് വിധി പറയുക തന്നെ വേണം. ഇനിയും ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത് എനിക്ക് വിക്ടിമിന് ഗുണമല്ല എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. അത് കൃത്യമായിട്ടും പ്രതിക്ക്, പ്രത്യേകിച്ച് 8-ാം പ്രതിക്കാണ് ഗുണം.
ശരി, 8ാം പ്രതി അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിജീവിതയോട് അടുത്ത് നിൽക്കുന്ന അതിജീവിയുടെ അഭിഭാഷക തന്നെയായിരുന്ന ടി ബി മിനി പറയുന്നത്. ഞാൻ രാഹുലിലേക്ക് വരാം. രാഹുലിലേക്ക് വരുന്നതിന് മുമ്പ് പൾസ് സുനി രാഹുലുമായി ബന്ധപ്പെട്ട നടത്തിയ ഒരു പ്രതികരണം കൂടി രാഹുൽ കാണണം. ഇടവേളയ്ക്ക് ശേഷമാട്ടെ. രാഹുൽ ഈശ്വർ പൾസർ സുനി പറഞ്ഞ ഒന്ന് കേൾക്കാം. ഈ രാഹുൽ ഈശ്വരനെ ഞാൻ ഇപ്പോഴും ആ ഒരു മുടി ഉണ്ട്, അത് ഈ ജിൻസന്റെ അടുത്ത് ചോദിക്കും ഈ രാഹുൽ ഈശ്വരൻ എങ്ങനെ ഇരിക്കണേന്ന് നോക്കാം. അപ്പം ജിൻസൻ പറയും മുടി ഉണ്ടാ ഫോണിക്കട ഞാൻ ജയിലിൽ കിടന്നപ്പോൾ തൊട്ട് ഞാൻ അപ്പൊ ഞാൻ എനിക്ക് അപ്പോൾ ഇവന്റെ ന്യൂസ് ഞാനിപ്പോൾ കാണാത്തതിന്റെ പ്രശ്നം ഈ സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എങ്ങനെയാ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കേസ് കഴിയുമ്പോൾ ഇത് കണ്ടിട്ട് വേണം അവനെ ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേന്ന്. രാഹുൽ ഈശ്വർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ പകുതി തമാശയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അറിയാമല്ലോ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നും. പകുതി തമാശയായിട്ട് ഞാൻ കാര്യം പറയാം. പൾസർ സുനി കേൾക്കുകയാണെങ്കിൽ ഞാൻ മിനി മാഡൊക്കെ ഇരിക്കുന്ന വേദിയാണ്, ബഹുമാനത്തോടെ പറയാണ്, എടാ പൾസർ സുനി നീ എന്നെ ഒലത്തും, നീ അല്ല നിന്റെ അപ്പുറത്തെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്പറൊക്കെ സ്വന്തം കൈ വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് പൾസർ സുനി സ്വന്തം പണി നോക്കിയാൽ മതി. എന്തായാലും ഇതിൽ അറസ്റ്റ് കുറെ കാലം ജയിലിൽ കിടക്കുമല്ലോ, നോക്കൊപ്പം കാണാം. ഇനി പൾസർ സുനിയോട് കഴിഞ്ഞ് എനിക്ക് അത്ഭുതം മിനി മാഡത്തോടാണ്. മിനി മാഡവും ഞാനും ആദ്യമായിട്ടാണ് ഒരേ വാദം ടി വിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ അതേ വാദമാണ് മിനി മാഡം പറഞ്ഞത്. ഒരുപക്ഷെ മാഡം ക്ഷീണം കാരണം കേൾക്കാത്തതായിരിക്കും. ഞാൻ പറഞ്ഞത് പൾസർ സുനി യഥാർത്ഥത്തിൽ നമ്മുടെ പാവപ്പെട്ട റോഷിബാലിനെ ട്രാപ്പ് ചെയ്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞ അതേ ലൈൻ, കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അത് തന്നെ മിനി മാഡം പറഞ്ഞിട്ട് അത് അസംബന്ധമാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണ്? യഥാർത്ഥത്തിൽ എനിക്ക് സംശയം പൾസർ സുനി നേരെ തിരിച്ച് ഏതെങ്കിലും രീതിയിൽ റോഷിബാലിനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ളതാണ് എന്റെ സംശയം. ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ നോക്കാം. CBI അന്വേഷണത്തിന് വേണ്ടി മുമ്പും കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ 11-ാം തീയതി തീരാൻ പോകുന്ന കേസല്ലേ, മാഡത്തിന് നല്ല ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഈ കേസങ്ങ് മുമ്പോട്ട് പോയാൽ പോരെ, നമുക്ക് വിധി കേൾക്കാൻ കഴിയുമല്ലോ. എനിക്കിനി ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണോ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്? അല്ലല്ലോ, CBIക്ക് വേണ്ടി മുമ്പേ പോയിട്ടുള്ളൂ, വീണ്ടും വന്നതല്ലേ. April 7 എന്തായാലും ഹൈക്കോടതി എന്റെ വിധി പറയട്ടെ. പക്ഷെ എനിക്ക് മിനി മാഡത്തോട് ബഹുമാനപരിസരം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു മാധ്യമ പ്രവർത്തകനായിട്ടാണ്, മിനി മാഡം ഇത് പേഴ്സണലായിട്ടും കൂടെ കേൾക്കണം. എന്റെ മിനി മാഡം എന്തൊക്കെയാണ്, അഭിഭാഷകനാണ്, ദിലീപ് അനുകൂലിയാണ്, മാധ്യമ പ്രവർത്തകനാണ്, അങ്ങനെ പറ്റില്ലേ? അതെങ്ങനെ പറ്റില്ലേ? മിനി മാഡം തെളിയിച്ചിട്ടുണ്ട്, പറഞ്ഞോളൂ. സ്മൃതി മാഡം മാധ്യമ പ്രവർത്തകയാണ്, ദിലീപ് വിരോധിയാണ്. അതിനെന്താ, രണ്ടും കൂടെ പറ്റൂലേ? ശരി, ഇനി പെട്ടെന്ന് ഒരു മറുപടിയും കൂടെ. എനിക്ക് മിനി മാഡത്തോട് സ്നേഹത്തോടെ പറയാനുള്ളത്, മാധ്യമ പ്രവർത്തകനായിട്ടാണ്, റോഷിബാലിന്റെ ഒരു സുഹൃത്ത് പറയുന്നതായിട്ട് കേൾക്കണം. എന്റെ മിനി മാഡം എങ്ങനെങ്കിലും ഒരു കാര്യം തട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഈ കേസിനെ ഫർദർ ചെയ്യാൻ നോക്കുമ്പോൾ മിനി മാഡം ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് പാര വെച്ചാൽ എങ്ങനെയാ ശരിയാകുക? ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി, ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ടെന്നും ദിലീപാണെന്ന് എങ്ങനെങ്കിലും പരിവാരി തേച്ച് ഇനി കേസ് തോറ്റാലും ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന കാരണമാണ് തോറ്റെന്ന് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ മിനി മാഡം ലൈവായിട്ട് അത് പൊളിക്കുകയാണെങ്കിൽ ഞങ്ങളോട് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്ന് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ ചോദിച്ചാൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. അപ്പൊ എന്തായാലും ഒരാഴ്ചയോ 10 ദിവസമേ ഉള്ളൂ. നമ്മൾ രണ്ടും കേരളത്തിൽ അതിന് ശേഷം കാണും. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഈ വിധിന്യായം വന്നു കഴിഞ്ഞാലും എന്നെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കണം. നമുക്ക് കൂടി വന്നാൽ എനിക്ക് പറയാം, ചില പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന 1 മാസത്തിനകം വരും, 11-ാം തീയതി വിചാരണ തീരും, അതിനുശേഷം വിധി പറയാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെയും ജീവിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ മിനി മാഡത്തിന്റെ നിലപാടിനോടാണ് എനിക്ക് യോജിപ്പ്. ഈ വിധി വരണം. ഇനി വിധി അനുകൂലമാകാം, എതിരാകാം. മിനി മാഡത്തിന് അനുകൂലമാകാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഭാഗത്തിന് അനുകൂലമാകാം. രണ്ടുപേർക്കും അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്നും ബാക്കി കാര്യങ്ങൾ വേണ്ടെന്നും പറയുന്നത്, മിനി മാഡം പറയുന്നത് സ്വാഗതാർഹമാണ്. നമുക്ക് കാണാം. ഇനി ഒരാഴ്ച അല്ലെങ്കിൽ 8 ദിവസം വെയിറ്റ് ചെയ്താൽ പോരെ. അതുകൊണ്ട് മിനി മാഡം ഞാൻ പറഞ്ഞ തെറ്റിദ്ധരിച്ചാണ്. മിനി മാഡത്തിന്റെ സ്പിരിറ്റിനോട് എനിക്ക് യോജിപ്പാണ്. നമുക്ക് ചെറിയ സമയം കൂടിയുള്ളൂ. ശ്രീമതി കുസുമൻ ജോസഫ്, ഇപ്പോൾ രാഹുൽ പറയുന്ന ഈ ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കേസിൽ എന്ത് വിധി വന്നാലും എന്നെ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നത് എന്തിന്റെ സൂചനയായിട്ടാണ് കാണേണ്ടത്? എന്റെ സ്മൃതി അല്ല, അതിങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മളുടെ വിഷയം രാഹുൽ ഈശ്വരയെ അല്ലല്ലോ. പുള്ളി ഇങ്ങനെ സ്ഥിരമായി ഈ 8ാം പ്രതിക്ക് വേണ്ടി വാദിക്കാനായി നേരത്തെ ഈ ഭാര്യ പറഞ്ഞത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഈ നടൻ കൊട്ടേഷൻ കൊടുക്കുന്ന ആളാണെങ്കിൽ ഇതും ഒരു കൊട്ടേഷനായി വേണം നമ്മൾ കാണാൻ. നിരന്തരമായി വന്നിരിക്കുക, ഇങ്ങനെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇങ്ങനെ സംശയിച്ചാൽ ഇവിടെ നാട്ടിൽ ഒരു സ്ത്രീ കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നാട്ടിലെ സ്ത്രീകൾ അവർക്ക് പിന്തുണ കൊടുക്കും. അങ്ങനെയാണ് പുരുഷന്മാരെ വ്യാജ കേസ് ഇദ്ദേഹം ഇങ്ങനെ അല്ലെ. എനിക്ക് ഈ ഒരു രീതിയാണ് എനിക്ക് പിടിക്കാത്തത്. അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഇത്ര
മാന്യതയില്ലാതെ പെരുമാറുന്ന ഒരു മനുഷ്യനെ നിങ്ങളിങ്ങനെ നിരന്തരം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് എനിക്ക് അതിശയമാണ്. എല്ലാവരുടെയും വായിലേക്ക് കയറി വരിക എന്നുള്ളതാണ് അയാളുടെ ഒരു കലാപരിപാടി. ആര് പറഞ്ഞാലും അപ്പോൾ എന്നാൽ പിന്നെ അവതാരകർ വേണ്ടല്ലോ, എല്ലാം അയാളങ്ങ് ഏറ്റെടുക്കും. മിനി മാഡത്തിന് മറുപടി, കുസുമ മാഡത്തിന് മറുപടി, എല്ലാവർക്കും മറുപടി അപ്പോഴപ്പോഴ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഒരു നീതി നേരമില്ലാത്ത ഒരു മനുഷ്യനാണ്. ഒരു മിനിമം സംസ്കാരം വേണ്ടേ? മിണ്ടാതിരിക്കാൻ ഞാനൊന്ന് പറയുന്നത്, എനിക്ക് എന്നെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ വെളിപ്പെടുത്തൽ കേരളത്തിലെ ഇങ്ങനെയുള്ള ഈ കൊട്ടേഷൻ വാദക്കാരുടെ വാദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിന് അവരുടെ ആ ബോധ്യം തിരുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. ഈ പ്രതി തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ദിലീപ് കൊട്ടേഷൻ തന്നു, 1.5 കോടി രൂപയാണ്, അതിൽ ഇനി ഏതാണ്ട് 80 ലക്ഷം കിട്ടാനുണ്ട് എന്ന്. എങ്ങനെയൊക്കെ സ്വാധീനിച്ചാലും കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഇത് സ്വാധീനിക്കുക തന്നെ ചെയ്യും. സ്മൃതി, നമ്മളിത് ഫാസിക്കലാക്കരുത്. ഇത്തരം ആൾക്കാരെ കൊണ്ട് ഇരുത്തിയ അങ്ങനെ ഒരു ദിവസമല്ല ഇന്ന്. ആ കുറ്റം ചെയ്ത ആള് ഒരു തരിമ്പ് പോലും കുറ്റബോധമില്ലാതെ അയാൾ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് കേട്ടു നിന്ന് നമുക്ക് ഇത്തിരി എമ്പതി ഉണ്ടെങ്കിൽ അത് കടന്നുപോയ ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വന്നിട്ട് ആലോചിക്കണം. അപ്പം ഇനിയും എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നും ഇത്തരം കളിതമാശകളും ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല. ഇത്തരം ചർച്ചകൾ എന്ന് പറയുന്നത് ഈ ആൾക്കാർക്കുള്ള ഈ കസരത്ത് നടത്താനുള്ള വേദിയല്ല. നമ്മൾ സംസാരിക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരാളെ, ഇരുട്ടത്ത് നിൽക്കുന്ന അസംഖ്യം ഇരകളെയും ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാനും മുന്നോട്ട് പോകാനും. സ്മൃതി ഇടപെടണമായിരുന്നു. ഇത്തരം ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് ഫാസിക്കലായിട്ട് ഇത്തരം ചർച്ചകളെ നമ്മൾ തരം താഴ്ത്തരുത്. അല്ല, അങ്ങനെ പ്രതികരിക്കുന്നവരെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രതികരണവും രീതിയൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല ദീദി. അതിൽ ചർച്ചയിൽ രണ്ട് ഭാഗവും പറയാൻ ഒരാൾ വേണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ രണ്ട് ഭാഗത്തെയും വിളിക്കുന്നത്. ഓരോ തവണയും ഇത് നടക്കരുത് എന്നൊരു മാത്രമേ ഉള്ളൂ. ശരി, അതിനെ നല്ല അർത്ഥത്തിൽ തന്നെ ഞാൻ അതിനെ എടുക്കുന്നു. നമുക്ക് നോക്കാം, ഇനി സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ മാസം 11-ന് ഇതിലെ നടപടിക്രമങ്ങൾ എവിടേക്ക് എത്തും, അതിനുശേഷം എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അതിജീവിതം എന്തായാലും നീതിക്കായി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. വളരെ നന്ദി റോഷി പാൽ, ദീദി ദാമോദരൻ, അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രൊഫസർ കുസുമൻ ജോസഫ്, പ്രകാശ് പാരെ, അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.